ചികിത്സാ പിഴവിനെതിരെയുള്ള അന്വേഷണത്തെ വയനാട് ലിയോ ആശുപത്രി സ്വാധീനിച്ചെന്ന് അഖില വിൻസെന്റിന്റെ ബന്ധുക്കൾ. ആരോഗ്യവകുപ്പിന്റെ അന്വേഷണം ശരിയായ രീതിയിൽ നടന്നില്ലെന്ന് അഖിലയുടെ ഭർത്താവ് ജെറിൽ ജോസ് നടവയൽ പറഞ്ഞു. ശസ്ത്രക്രിയയെ തുടർന്ന് കഴിഞ്ഞ വർഷം കിടപ്പിലായ അഖില 14 മാസത്തെ ചികിത്സയ്ക്ക് ശേഷം തിങ്കളാഴ്ച മരിച്ചു. കൽപ്പറ്റ ലിയോ ആശുപത്രിയിലെ ശസ്ത്രക്രിയയെ തുടർന്ന് അഖില വിൻസെന്റ് കിടപ്പിലായത് 2023 മാർച്ച് 18-ന്. ചികിത്സാ പിഴവ് ആരോപിച്ച് ബന്ധുക്കൾ ആരോഗ്യവകുപ്പിനും മുഖ്യമന്ത്രിക്കും പരാതി നൽകി. പരാതിയിൽ കാര്യമായ അന്വേഷണം നടന്നില്ല. അന്വേഷണത്തെ ആശുപത്രി സ്വാധീനിച്ചെന്നും അഖില വിൻസെന്റിന്റെ ഭർത്താവ് ജെറിൽ ജോസ് കുറ്റപ്പെടുത്തി. ഒരു 1.5 വർഷം കഴിഞ്ഞിട്ട് ഞാൻ ഇതിന്റെ പുറകെ നടക്കുന്ന DLSL അവർ നമുക്ക് സപ്പോർട്ട് ചെയ്യുമ്പോൾ മറ്റുള്ളവർ നമ്മൾ ഒഴിവാക്കുന്ന രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ഡോക്ടർ ഉണ്ടാവും, മറ്റേ ഡോക്ടർ ഉണ്ടാവില്ല എന്നാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവിടെ ന്യൂറോ ഡോക്ടേഴ്സ് ഇല്ല എന്ന് പറഞ്ഞിട്ട് കോഴിക്കോട് നിന്നാണ് ന്യൂറോ ഡോക്ടേഴ്സിനെ വേണമെന്ന് പറഞ്ഞിട്ടാണ് നടത്തിയിട്ടുണ്ടായിരുന്നത്. അവർ വന്നിട്ട് അടുത്ത മെഡിസിൻ ഡോക്ടേഴ്സ് വേണമെന്നാണ് പറഞ്ഞത്. അവർ വന്നിട്ട് ഇതുവരെ അവർ വന്നിട്ടുമില്ല, അന്വേഷിച്ചിട്ടുമില്ല. അന്ന് വന്നപ്പോൾ എനിക്ക് അവർ വന്ന അസിസ്റ്റൻറ്റ് ടീം അവർ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് വന്നായിരുന്നു. ഓഫറൊക്കെ ചെയ്തിട്ട് പോയി ഫിസിയോയ്ക്കും കാര്യങ്ങൾക്കും എല്ലാവരും അയച്ചേക്കാം, വന്ന് ചെക്ക് ചെയ്യാനും. അങ്ങനെ ഒരാളും ആ ഒരു ബാധയ്ക്ക് വന്നിട്ടില്ല. 27-കാരിയ അഖില വിൻസെന്റ് ഹെർണിയയ്ക്കുള്ള ശസ്ത്രക്രിയയ്ക്കാണ് ആശുപത്രിയിൽ എത്തിയത്. ശസ്ത്രക്രിയയുടെ 2 തവണ അനസ്തേഷ്യ നൽകിയതായും ബന്ധുക്കൾ ആരോപിക്കുന്നു. സർജറിക്ക് പിന്നാലെ ICUവിലേക്കും പിന്നീട് വെന്റിലേറ്ററിലേക്കും മാറ്റി. നില വഷളായതോടെ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 2.5 മാസത്തിലേറെ കാലം ആശുപത്രിയിൽ ചികിത്സ തുടർന്നെങ്കിലും കാര്യമായ മാറ്റമുണ്ടായില്ല. 23 ലക്ഷം രൂപ ചികിത്സയ്ക്ക് ചെലവായി. വീട്ടിൽ ചികിത്സയിൽ തുടരുന്നതിനിടെ തിങ്കളാഴ്ച വൈകിട്ടോടെ മരിച്ചു. 5ഉം 3ഉം വയസ്സുള്ള 2 മക്കളുണ്ട്. റിപ്പോർട്ടർ, കോഴിക്കോട്.